ഇതിപ്പോൾ വീണ്ടും വെള്ളായണി നാട്ടിലെ ഉത്സവ വിശേഷങ്ങളാണ് കേട്ടോ. 68 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ കാളിയൂട്ടുത്സവം. നാടുവിട്ടു മാറി നിൽക്കുന്ന ഓരോ വെള്ളായണിക്കാരനും കൊതിയോടെ ഓടിയെത്താൻ കൊതിക്കുന്ന ദിവസങ്ങളാണിത്. അങ്ങനെ തന്നെ ദേവിയുടെ കളങ്കാവൽ കാണാൻ ഓടിയെത്തിയതാണ് ഞാനും. പൂകൊണ്ടുള്ള കളമൊരുക്കൊക്കെ കണ്ട് മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു ഞാനും അമ്മയും. ഓരോ ദിക്കിലും തിരഞ്ഞിട്ടും ദാരികനെ കണ്ടുകിട്ടാതെ സ്വന്തം കളത്തിലെത്തി അതിനു ചുറ്റും ദാരികനെ തിരയുന്ന ദേവീസങ്കല്പമാണ് കളങ്കാവൽ. ദേവിയുടെ മുടി തലയിലേന്തി പൂജാരിയായ വാത്തി സ്വയം ദേവിയായി മാറുന്ന കാഴ്ച. മാറി മാറി വരുന്ന ചെണ്ടകൊട്ടിൻ്റെ താളത്തിനൊത്ത് മെയ് വഴക്കത്തോടെ ചുവടുവെച്ച് മാറി മറിയുന്ന ഭാവങ്ങളോടെ അനായാസേന ദേവി കളം ചുറ്റും. സ്വയം ദിശ മറന്നോടി കൂടെയുള്ളവരെയും ഓടിച്ച് എല്ലാം മറന്ന് പുഷ്പവൃഷ്ടിയിൽ ലയിച്ച് വായ്ക്കുരവയ്ക്കും ശംഖനാദത്തിലും സന്തോഷിച്ച് ദേവി കളം നിറഞ്ഞാടും. കാണികൾ പരിസരം മറന്നു നിന്നു പോകുന്ന സമയമാണിത്. ദേവിക്കായി കളം മുഴുവൻ വാരി വിതറുന്ന പൂവീണ് അവിടെ ഒരു പൂമത്ത തന്നെ ഉണ്ടാകും. തലയിലേറ്റിയ തിരുമുടിയുടെ ഭാരമൊന്നും അറിയാതെ തന്നെ കാണാനെത്തിയവരെ കണ്ട് മതിമറന്ന് വാത്തി ചുവടുവെച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് വന്നുപോയ വെയിലും മഴയും ഒന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശിവൻ വാത്തിയുടെ കളങ്കാവൽ വൈദഗ്ധ്യം 3 വർഷത്തിനിപ്പുറം ഒന്നുകൂടി കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ 1 മണിക്കൂറായിരുന്നു എനിക്കത്. അവിടെ കൂടിയിരുന്ന എല്ലാവരിലും അതേ നിർവൃത്തി തന്നെയാണ് ഞാൻ കണ്ടത്. കളങ്കാവലിന് ശേഷം സന്ധ്യയ്ക്ക് വീണ്ടും ഉണ്ടായി കാര്യങ്ങൾ. ദേവിക്കുണ്ടായ കണ്ണീർ ദോഷങ്ങൾ അകറ്റാൻ എന്നോണം നടത്തുന്ന പപ്പരുകളിയും മാറ്റുവീശുമൊക്കെയായിരുന്നു അത്. കരടികൊട്ടെന്ന മിതവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് ഇത് നടക്കുക. വർണ്ണാഭമായ കിരീടവും തലയിലണിഞ്ഞ് കരടിവാദ്യത്തിനൊത്തുള്ള ചെറിയ ചുവടുകൾ വെച്ച് ആ പപ്പരുകളി കണ്ട് ഞാൻ തീർക്കുകയാണ് എൻ്റെ ഉത്സവത്തിൻ്റെ ഈ ദിവസം.